പ്രൈസ് ദി ലോർഡ്. മനുഷ്യരിൽ മനസ്സാക്ഷി എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ സാക്ഷി. മനസ്സ് എല്ലാ മനുഷ്യരുടെയും സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഘടകമാണ്. നിങ്ങൾക്കത് സ്വയശോധന ചെയ്താൽ നമുക്കത് മനസ്സിലാവും. മനസ്സ് എപ്പോഴും സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഘടകമാണ്. മനുഷ്യനിലുള്ള സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഘടകം എന്ന് പറയുന്നത് മനസ്സാണ്. അപ്പോൾ സത്യമല്ലാത്ത കാര്യം ചെയ്യുന്നതാണ് പാപം എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. സത്യമല്ലാത്ത കാര്യം ചെയ്യുമ്പോൾ മനസ്സാക്ഷി നമ്മളെ കുറ്റപ്പെടുത്തും. അത് ഈ വിശ്വാസ സമൂഹത്തെ മാത്രമൊന്നുമല്ല, പൊതുവിലെല്ലാ മനുഷ്യരെയും ഉള്ള ഒരു പ്രശ്നമാണ്. എല്ലാ മനുഷ്യർക്കും ഉള്ളൊരു പ്രശ്നമാണ്. തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ കുറ്റപ്പെടുന്നതിനനുസരിച്ച് ചിലർ കഠിനരാകും. അവർ പിന്നെയും തീവ്രമായ കുറ്റങ്ങൾ ചെയ്യും. ഈ കുറ്റങ്ങളെ മറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ മനസാക്ഷിക്കുത്തിനെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ് ചിലർ മദ്യം, മയക്കുമരുന്ന്, പുകവലി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വ്യാപൃതരാകുന്നു. സംശയമില്ലാത്ത കാര്യം. ഇപ്പോൾ ഞാനിത് പറയുന്നതിൻ്റെ കാരണം, നമുക്ക് പേഴ്സണലായിട്ട് ഇതിനെ ഒന്ന് നിങ്ങൾ നമ്മളൊന്ന് വിലയിരുത്തണം. ഇങ്ങനെ ഒരു ഇതുണ്ടോ, ഞാൻ ഈ പറയുന്നത് കറക്റ്റാണോ എന്ന്. കാരണം ഇത് ചുമ്മാ അങ്ങ് പറയുകയല്ല, ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ച് പറയുന്നൊരു വിഷയമാണ്. അപ്പോൾ വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, നിൻ്റെ മനസ്സാക്ഷി നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല എങ്കിൽ നിനക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട് എന്നാണ് പറയുന്നത്. യോഹന്നാനാണ് തൻ്റെ ലേഖനത്തിൽ അത് പറഞ്ഞിരിക്കുന്നത്. മനസ്സാക്ഷി നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല എങ്കിൽ നിനക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. മിക്ക മനുഷ്യരുടെയും ഇപ്പോൾ തന്നെ നമ്മളൊരു ജയിൽ സന്ദർശനം നടത്താമെന്ന് വിചാരിക്കുക. അവിടെ കഴിയുന്ന മിക്ക ആളുകളുടെ മുഖത്ത് ഒരു സന്തോഷം ഉണ്ടാകില്ല. എപ്പോഴും ഒരു മ്ലാനത, ഒരു കുറ്റബോധത്തിൻ്റേതായിരിക്കുന്ന ഒരു പ്രതിഫലനം അവരുടെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ശരിയായ രീതിയിൽ മനഃശാസ്ത്രം ഉള്ള ഒരു പോലീസ് ഓഫീസർക്ക് ഒരു കുറ്റവാളി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെന്നാൽ അയാൾ ചെയ്ത കുറ്റം നിങ്ങൾ ഈ കുറ്റം ചെയ്തതാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാലും ആ വ്യക്തിയുടെ മുഖത്ത് നോക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ ഭാവമാറ്റത്തിൽ നിന്ന് അയാൾ കുറ്റം ചെയ്തു എന്ന് മനസ്സിലാക്കാൻ കഴിയും. കൂടുതൽ മർദ്ദിച്ചൊന്നും അവരെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. സൈക്കോളജി അത്യാവശ്യം അറിയാവുന്ന പോലീസ് ഓഫീസേഴ്സിന് മർദ്ദനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ വ്യക്തിയുടെ മുഖത്ത് നോക്കുമ്പോൾ ആ വ്യക്തി കുറ്റം ചെയ്തു എന്നുള്ളത് മനസ്സിലാവും. കുറ്റം ചെയ്തിട്ടില്ലാത്തവരുടെ മുഖത്ത് നോക്കിയാൽ അതും നമുക്ക് തിരിച്ചറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, ഈ പാപം എന്ന് പറയുന്നത് ഒരു ഭയങ്കര ക്യാൻസർ പോലെയുള്ളതായൊരു സംഭവമാണ്, അർബുദം പോലെ. അത് നമ്മളെ കീഴടക്കിയാൽ, പാപത്തിനൊരു വ്യക്തി വിധേയപ്പെട്ടു കഴിഞ്ഞാൽ, ആ പാപത്തിന് പരിഹാരം വരുത്തി പാപത്തിൽ നിന്ന് മുക്തനായില്ല എങ്കിൽ വീണ്ടും വീണ്ടും ഈ മനസ്സിൻ്റെ ആ മനസ്സാക്ഷി കുത്ത് വേറെയും പാപം ചെയ്യാൻ ആ വ്യക്തിയെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവൻ്റെ മനസ്സ് ക്രൂരമാവും. ഒരു ക്രിമിനൽ സൈക്കോ മൈൻഡിലേക്ക് വരും. എല്ലാത്തിനോടും കയർക്കും. എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരവസ്ഥയിലേക്ക് ആ വ്യക്തി എത്തിച്ചേരും. അതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്നും ആ വ്യക്തിയെ മുക്തനാക്കുവാൻ
ഏറ്റവും നല്ല മാർഗമാണ് സുവിശേഷം. സുവിശേഷം ശരിയായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുകയും അതുപോലെ ശരിയായ രീതിയിൽ മറ്റുള്ളവരെ ഉപദേശിക്കുകയും ചെയ്താൽ, ഏതെങ്കിലും ഒരു സഭയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടോ ആയിരിക്കരുത് സുവിശേഷം പറയുന്നത്. സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ യഥാർത്ഥ ദൈവത്തിന് പ്രസാദമായ ദൈവഹിതപ്രകാരമുള്ള ഒരു മനുഷ്യനാക്കി മാറ്റാൻ വേണ്ടി, കുറ്റമറ്റ മനസാക്ഷിയുള്ള, പാപത്തിന് വിധേയപ്പെടാത്ത, പാപത്തിൽ നിന്ന് മുക്തനായ, പാപത്തിന് മരിച്ച ഒരു വ്യക്തിയെ രൂപപ്പെടുത്തിയെടുക്കാനുള്ളതാണ് സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വിശേഷം. യേശുക്രിസ്തുവാണ് സുവിശേഷം. യേശുക്രിസ്തുവാണ് സുവിശേഷം. ഒരു വ്യക്തി ക്രിസ്തുവിലായാൽ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു എന്നാണ് കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 17-ാമത്തെ വാക്യം പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തുവാണ് യഥാർത്ഥ സുവിശേഷം. ആ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ വ്യക്തി മനസ്സ് പുതുക്കം പ്രാപിക്കുക, മാനസികമായിട്ട് പുതുക്കം പ്രാപിച്ച് ഒരു പുതിയ സൃഷ്ടിയായി മാറുക. ദൈവം അനുഗ്രഹിക്കട്ടെ.